കൊണ്ട് ഇന്ന് തിരുവനന്തപുരത്തെ മേയർ തെരുവു നായ്ക്കളുടെ പ്രിയപ്പെട്ടവളായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം ഈ നഗരം മുഴുവൻ മാലിന്യ കൂമ്പാരമാക്കി തെരുവു നായ്ക്കളുടെ സ്വന്തക്കാരിയായിട്ട് മാറിയ മേയർ അതുകൊണ്ട് തന്നെ നായ്ക്കൾക്ക് വോട്ടില്ലാത്തതുകൊണ്ട് ഇവിടത്തെ ജീവിക്കുന്ന ജനതയ്ക്കാണ് വോട്ട് എന്ന് മാർക്സിസ്റ്റ് പാർട്ടി മനസ്സിലാക്കിയപ്പോൾ ആ മേയറോട് പറഞ്ഞു, കുട്ടിയൊക്കെയാണ്, ഇനി മത്സരിക്കണ്ട, വീട്ടിലിരുന്നാൽ മതി, കഴിയുമെങ്കിൽ കോഴിക്കോട്ടേക്ക് നാടുവിട്ടോ, ഭർത്താവിനോടൊപ്പം കോഴിക്കോട്ട് ചെന്ന് നിൽക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നല്ലത് എന്ന് ആ കുട്ടി മേയറോട് പറഞ്ഞ് കുട്ടി മേയർ കോഴിക്കോട്ടേക്ക് നാടുവിട്ടു. ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ദ്രോഹവും ദുരന്തവും ദുരിതവും മാത്രം നൽകിയ, ഈ നാട്ടിൽ സർവ്വ അടിസ്ഥാന സൗകര്യങ്ങളും ജനതയ്ക്കായിട്ട് നിഷേധിച്ച, ഈ നാട്ടിൽ നടന്ന എല്ലാ പദ്ധതികളുടെയും പേരിൽ കൊള്ള നടത്തിയ ആ കൊള്ള സംഘത്തിന്റെ നേതൃത്വം വഹിച്ച ഒരു മേയറും സംഘവും ഈ നാടിനോട് ചെയ്ത ദ്രോഹം ചെറുതല്ല. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് തലസ്ഥാന ജില്ലയാണ്. തിരുവനന്തപുരത്ത് കേരളത്തിൽ 6 കോർപ്പറേഷനുകളുണ്ട്. ആ 6 കോർപ്പറേഷനുകളിൽ ഒരു കോർപ്പറേഷൻ അല്ല തിരുവനന്തപുരം. കേരളത്തിന്റെ തലസ്ഥാന നഗരമാണ്, മെട്രോ നഗരമാണ്. ഗ്രേറ്റർ ട്രിവാൻഡ്രം എന്ന രീതിയിൽ ഈ തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന തലച്ചോറും കഴിവും പ്രാപ്തിയുമുള്ള ഒരു നേതൃത്വം ഈ തിരുവനന്തപുരത്ത് ഇല്ലാതെയായിപ്പോയി. നമ്മൾ കൊച്ചിയിൽ ചെന്നാൽ ഗ്രേറ്റർ കൊച്ചിയെ നമുക്ക് കാണാൻ സാധിക്കും. 4 മുനിസിപ്പാലിറ്റി കോർപ്പറേഷനും 4 മുനിസിപ്പാലിറ്റികളും തൊട്ടടുത്ത 10-12 പഞ്ചായത്തുകളും ചേർന്ന് ഗ്രേറ്റർ കൊച്ചിയെ നമുക്ക് കാണാൻ സാധിക്കും. ഡൽഹിയിൽ ചെന്നാൽ ന്യൂഡൽഹി കാണാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ഗ്രേറ്റർ മുംബൈ കാണാൻ സാധിക്കും. അഹമ്മദാബാദിലും ഹൈദരാബാദിലുമൊക്കെ അതിന്റെ സമീപത്തെ നഗരങ്ങളെല്ലാം കൂടെ ചേർന്ന് വലിയ മെട്രോ നഗരങ്ങളായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ചെന്നൈയിൽ മാത്രം 1,60,00,000 ആൾക്കാർ ജീവിക്കുന്നു. മുംബൈയിൽ കേരളത്തിന്റെ ജനസംഖ്യയ്ക്ക് അടുത്തുള്ള 3 കോടിയോളം ആൾക്കാർ മുംബൈ നഗരത്തിൽ ജീവിക്കുന്നു. ഡൽഹി നഗരത്തിൽ 2 കോടിയിലേറെ ആൾക്കാർ ജീവിക്കുന്നു. ഈ നാട്ടിലെ നഗരങ്ങൾ, തലസ്ഥാന നഗരങ്ങൾ മഹാനഗരങ്ങളായിട്ട് മാറുകയും ആ മഹാനഗരങ്ങൾ മെട്രോ നഗരങ്ങളായിട്ട് മാറുകയും ആ നഗരത്തിൽ ജീവിക്കുന്നവർക്ക് സർവ്വവിധമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങളും ആ നാട്ടിൽ തന്നെ ലഭ്യമാക്കുകയും ചെയ്യുന്ന രീതിയിൽ ഒരു രാജ്യവും ഒരു നാടും ഒരു തലസ്ഥാനവും ഒക്കെ വികസിക്കുമ്പോൾ, വളരുമ്പോൾ നമ്മളിന്നും പ്രാകൃതവും വികൃതവുമായിട്ടുള്ള അവസ്ഥയിൽ കിടക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ വോട്ട് ചെയ്യുന്ന 10 ലക്ഷം പേരുടെ കുറവല്ലത്. ഈ നാട് 45 വർഷം ഭരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെയും കോൺഗ്രസ് പാർട്ടിക്കാരുടെയും കഴിവില്ലായ്മയും പിടിപ്പുകേടുമാണ് കാരണമെന്ന് തിരിച്ചറിയുന്ന അനന്തപുരം നിവാസികളോട്, തിരുവനന്തപുരത്തെ നിവാസികളോടാണ് ഭാരതീയ ജനതാ പാർട്ടി പറയുന്നത്, NDA പറയുന്നത്. ഭാരതീയ ജനതാ പാർട്ടിയും NDAയും തിരുവനന്തപുരത്ത് മത്സരിക്കുന്നത് തിരുവനന്തപുരത്തിന്റെ വികസനം യാഥാർത്ഥ്യമാക്കുക എന്നുള്ള ഒറ്റ സ്വപ്നത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ തിരുവനന്തപുരത്തിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുന്ന പ്രസ്ഥാനത്തിന്റെ പേര് ഭാരതീയ ജനതാ പാർട്ടിയാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി എതിർക്കുന്നവർക്ക് പോലും ഭാരതീയ ജനതാ പാർട്ടിയെ എതിർക്കുന്നവർക്ക് പോലും ഇന്ന് ബോധവുമുള്ളതാണ്. ഈ നാടിന്റെ വികസനം നടക്കണമെങ്കിൽ BJP വരണം. ഈ രാജ്യത്തിന്റെ വികസനം യാഥാർത്ഥ്യമായത് BJP ഇന്ത്യ ഭരിച്ചപ്പോഴാണ്. 1947 ഓഗസ്റ്റ് 15 സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്വത്തിന്റെ കയ്യിൽ നിന്ന് സ്വാതന്ത്ര്യം പിടിച്ചു വാങ്ങി 65 വർഷക്കാലം കോൺഗ്രസുകാർ ഈ കേരളം ഇന്ത്യ ഭരിച്ചു. 65 വർഷക്കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസുകാർ ദരിദ്ര നാരായണന്മാരുടെ ഭൂമിയായിട്ട് ഇന്ത്യയെ മാറ്റി. കഷ്ടതയും യാതനയും ദുഃഖവും ദുരിതവും അനുഭവിക്കുന്ന പാപങ്ങളുടെ നാടായിട്ട് ഇന്ത്യയെ അധപ്പതിപ്പിച്ചു. വികസനം കേറാ മൂലകളായിട്ട് ഇന്ത്യയിലെ പല പ്രദേശങ്ങളും മാറ്റപ്പെട്ടു. വനാന്തരങ്ങളിൽ കിടക്കുന്നവന് വനത്തിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ, കുടിലുകളിൽ കിടക്കുന്നവന് കുടിലുകളിൽ നിന്ന് മാറാൻ പറ്റാത്ത അവസ്ഥ, കർഷകനും കർഷക തൊഴിലാളിയും തെണ്ടിത്തിരിയുന്ന അവസ്ഥ. ഈ രാജ്യം 65 വർഷം പിന്നിട്ടത് ആ പാതയിലൂടെയായിരുന്നു. അങ്ങനെ ആ പാതയിലൂടെ പിന്നിട്ട ഈ രാജ്യത്തിന്റെ മുമ്പിലാണ് 2014 നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്ന് പറയുന്ന ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആഗോള നേതാവായിട്ടുള്ള നരേന്ദ്ര ദാമോദർ ദാസ് മോദി വരുന്നത്. അദ്ദേഹം ഈ രാജ്യത്തിലെ ജനതയോട് പറഞ്ഞു, ഈ രാജ്യം ഡെവലപ്പിംഗ് നാഷനാണ്, വികസ്വര രാജ്യമാണെന്നാണ് നെഹ്റു മുതൽ സോണിയാഗാന്ധി വരെ നമ്മളോട് പറഞ്ഞത്. ഈ നാട് 3ാം ലോക രാജ്യമാണ് എന്നാണ് നെഹ്റു മുതൽ സോണിയാഗാന്ധി വരെ നമ്മളോട് പറഞ്ഞത്.
ഇതെല്ലാം നമ്മൾ മാറ്റിവെക്കേണ്ടിയിരിക്കുന്നു. ഇത് ഈ രാജ്യം ഡെവലപ്ഡ് നാഷനാണ്, വികസിത രാജ്യമാണ്. വികസിത രാജ്യത്തിന്റെ പാതയിലേക്കാണ് ഈ രാജ്യം പൊക്കൊണ്ടിരിക്കുന്നത് എന്ന് ഈ രാജ്യത്ത് ആദ്യമായിട്ട് വിളിച്ചു പറഞ്ഞാൽ നേതാവിന്റെ പേര് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. അദ്ദേഹം ഇന്നേക്ക് 3500 ദിവസം മുമ്പ്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പ് ഈ രാജ്യത്തിന്റെ വികസിത ഇന്ത്യയാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നു. ഇന്ന് നമ്മുടെ നാട് വികസിത ഇന്ത്യയുടെ പാതയിലേക്കാണ്. ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായിട്ട് ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യക്ക് മുകളിൽ ഇനി ജർമ്മനിയും ചൈനയും അമേരിക്കയും മാത്രമാണുള്ളത്. മറ്റെല്ലാ രാജ്യങ്ങളെയും പിന്നിലാക്കിക്കൊണ്ട് ഇന്ത്യ ലോകത്തിലെ വൻ ശക്തിയായിക്കൊണ്ടിരിക്കുന്നു. 10 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോകത്തിലെ 5 ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. അങ്ങനെ ലോകത്തിലെ 5 ദരിദ്ര രാജ്യങ്ങളിൽ ഒന്നായിട്ട് 3500 ദിവസങ്ങൾക്ക് മുമ്പ് എഴുതി ആരും തിരിഞ്ഞു നോക്കാതെ ഇട്ടിരുന്ന ഇന്ത്യ 3500 ദിവസത്തിനുള്ളിൽ ലോകത്തിലെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായെങ്കിൽ ആ ശക്തിയാക്കിയ വ്യക്തിയെയാണ് ലോകം മുഴുവൻ കഴിഞ്ഞ 6 വർഷമായിട്ട് ആരാധിക്കുന്നത്. ആ വ്യക്തിയുടെ പേര് ശ്രീ ബി രാജേന്ദ്രൻ ഉയർത്തിപ്പിടിക്കുന്ന താമര നെഞ്ചോട് ചേർത്ത് വച്ചിരിക്കുന്ന നരേന്ദ്ര ദാമോദർ ദാസ് മോദി എന്നല്ലാതെ മറ്റൊന്നല്ല. ആ നരേന്ദ്ര ദാമോദർ ദാസ് മോദി ഈ രാജ്യത്ത് സംഭവിപ്പിച്ച വിപ്ലവകരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, അഭിവൃദ്ധി, അഭ്യുന്നതി, ഐശ്വര്യം, സ്വപ്ന സദൃശ്യമായ മുന്നോട്ട് പോക്ക്, ആ മുന്നോട്ട് പോക്ക് നമ്മുടെ നാട്ടിൽ യാഥാർത്ഥ്യമാക്കാൻ, നമ്മുടെ നാട്ടിൽ ഈ വികസനങ്ങൾ കൊണ്ടുവരാൻ അത് ഭാരതീയ ജനതാ പാർട്ടിക്ക്, നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക് മാത്രമേ സാധിക്കൂ എന്ന തിരിച്ചറിവാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് അനന്തപുരിയിൽ ഉയരുന്ന അന്തരീക്ഷം, അനന്തപുരിയിൽ ഉയരുന്ന തരംഗമെന്ന് പറയുന്നത് ഈ നാടിന്റെ വികസനത്തിനു വേണ്ടി കൊതിക്കുന്ന ജനതയുടെ വിചാരങ്ങളുടെ തരംഗമാണ്. ആ വിചാരങ്ങളുടെ തരംഗം ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരയാങ്കിത ഹരിത കാവ്യ പതാകയ്ക്ക് ആവേശവും അതോടൊപ്പം തന്നെ വിജയീ മനോഭാവവും നൽകുന്നതാണ്. ആ രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് അനന്തപുരിയിൽ അജയ്യമായ ശക്തിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അനന്തപുരിയിൽ അജയ്യമായ ശക്തിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി മാറുമ്പോൾ അഹങ്കാരത്തിന്റെ ഭാഷയിലല്ല ബിജെപി സംസാരിക്കുന്നത്. ബിജെപി സംസാരിക്കുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി തന്നെ ലോകത്തിനോട് പറഞ്ഞത് ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയല്ല, ഞാൻ പ്രധാന സേവകനാണെന്നാണ്. ഈ രാജ്യത്തിന്റെ സേവകനായിട്ട് 140 കോടി ജനത 3ാമതും തെരഞ്ഞെടുത്ത ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറയുന്നു ഞാൻ ഈ രാജ്യത്തിന്റെ സേവകനാണെന്ന് പറയുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകരും അഹങ്കാരത്തിന്റെ തലയെടുപ്പോടുകൂടിയല്ല, സേവനത്തിന്റെ ആ എളിമയോടുകൂടിയാണ് ഈ നാട്ടിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് ഈ രാജ്യം ഭരിക്കുന്ന നരേന്ദ്രമോദിക്കെതിരെ 5 ചില്ലിക്കാശിന്റെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ ഈ രാജ്യത്തുള്ള ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടുണ്ടോ? 5 പൈസയുടെ അഴിമതി ആരോപണമില്ലാതെ ലോകത്ത് ഏതെങ്കിലും ഒരു സർക്കാർ മുന്നോട്ട് പോയിട്ടുണ്ടോ? ലോകത്ത് ഏതെങ്കിലും ഒരു സർക്കാർ ഉണ്ടോ? 11 വർഷമായിട്ട് ഒരു രാജ്യം അഴിമതിയുടെ കൂമ്പാരമായി കിടന്ന ഒരു രാജ്യം, 2G സ്പെക്ട്രം, 4G സ്പെക്ട്രം, അങ്ങനെ സർവ്വ അഴിമതികളും വന്ന് കോടികൾ, എണ്ണിയാൽ തീരാത്തത്ര കോടികൾ കൊള്ളയടിച്ച കുടുംബങ്ങളും രാഷ്ട്രീയക്കാരന്മാരും ഉണ്ടായിരുന്ന ഇന്ത്യ. ഈ ഇന്ത്യയിൽ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് അഴിമതി എന്ന് പറയുന്ന ഒരു പേര് ഈ രാജ്യം ഭരിക്കുന്ന ഏതെങ്കിലും ഒരു മന്ത്രിയുടെ പിയൂണിനെതിരെ പോലും ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ വിപ്ലവമാണ് പ്രിയപ്പെട്ടവരെ. അതാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിപ്ലവം. അങ്ങനെ അഴിമതി മുക്തമായിട്ടുള്ള ഒരു ഭരണത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ. അഴിമതി എന്ന് പറഞ്ഞാൽ 1000 കോടി രൂപയുടെ ഒരു പദ്ധതി വന്നാൽ അതിൽ 300 കോടിയും ആണ് ഇവിടുത്തെ പല ആൾക്കാരുടെയും കീശയിലേക്ക് അപ്പക്കൊണ്ടിരിക്കുന്നു. 300 കോടി രൂപ, 30% ഉറപ്പായും 30% പണം ഓരോരുത്തരുടെയും പള്ള വീർപ്പിക്കാൻ വേണ്ടിയും പാർട്ടി ഓഫീസുകളിലേക്കും പൊക്കൊണ്ടിരിക്കുക. തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി ആക്കാനായി നരേന്ദ്രമോദി സർക്കാർ 1247 കോടി രൂപ അനുവദിച്ചു. ശ്രീ സുനി ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ ഈ കേരളത്തെ തിരുവനന്തപുരത്തിന്റെ കൌൺസിലറായിരുന്ന സമയത്താണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇടപെടലിനെ തുടർന്ന് ഈ തിരുവനന്തപുരത്തിന് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയത്. ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയതിന്റെ ഫലമായിട്ടാണ് ഇന്ന് തിരുവനന്തപുരത്ത് ചില ഭാഗത്തൊക്കെ പോകുമ്പോൾ നല്ല റോഡുകളും പാർക്കുകളും ഒക്കെ കാണുന്നത് നരേന്ദ്രമോദിയുടെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയപ്പോഴാണ്. ആ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വെട്ടിപ്പ് നടത്തിയ കേമത്തിയാണ് ഇവിടുത്തെ മേയർ. ആ സ്മാർട്ട് സിറ്റി പദ്ധതി നരേന്ദ്രമോദി കൊടുത്ത പണം, നരേന്ദ്രമോദി കൊടുത്ത പദ്ധതി
നടപ്പാക്കാൻ മാത്രം ഈ കുട്ടി മേയറെ ഏൽപ്പിച്ചു, മാർക്സിസ്റ്റുകാരിയെ ഏൽപ്പിച്ചു. അതിന്റെ പേരിൽ 30% വെട്ടിച്ച മേയറും സംഘവുമാണ് ഈ തിരുവനന്തപുരത്തുള്ളത്. അതിന്റെ ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്? ഇതുപോലെ മഴ പെയ്താൽ തമ്പാനൂർ ഇറങ്ങാൻ സാധ്യമല്ല, ഇതുപോലെ മഴ പെയ്താൽ കിഴക്കേക്കോട്ടയിൽ ഇറങ്ങാൻ സാധ്യമല്ല. പത്മനാഭനും അതോടൊപ്പം തന്നെ വിഘ്നേശ്വരൻ, ഗണപതി, പഴവങ്ങാടി ഗണപതിയും ഒക്കെ വെള്ളത്തിലാണ്ടു പോകുന്ന അവസ്ഥയാണ് മഴ പെയ്താൽ സംഭവിക്കുന്നത്. ഈ രീതിയിലേക്ക് തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത്, ഇവിടെ ഇന്ന് 80 വയസ്സുള്ള ആൾക്കാരിരിക്കുന്നെങ്കിൽ കഴിഞ്ഞ 30-35 വർഷമായിട്ട് നിങ്ങൾ നിരന്തരം കേൾക്കുന്നതാണ് വെള്ളപ്പൊക്കം. ഒരു വെള്ളപ്പൊക്കം അനന്തപുരിയിൽ വെള്ളം പൊങ്ങിയാൽ അതിനെ ഒരു ഓവുചാല് വെച്ച് തിരിച്ചുവിടാനുള്ള കഴിവില്ലാത്ത കോമരങ്ങളെ എന്തിനാണ് നമ്മൾ 40 വർഷം ഇവിടെ ചുമന്നു നടന്നത്? എന്തിനാണ് നമ്മൾ ചുമന്നു നടന്നത് എന്ന ബോധവും ബുദ്ധിയുമുള്ള മനുഷ്യർ ചിന്തിക്കണ്ടേ? ഈ നാട്ടിൽ ഏകദേശം 10,000-ഓ 10,000-ഓ പട്ടികളുണ്ട്. ആ പട്ടികൾ മനുഷ്യനെ കടിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്ത് മുഴുവൻ പട്ടികളുണ്ട്. ആ പട്ടികളെ മുഴുവൻ തന്നെ അതാത് നഗരങ്ങളിൽ ഓരോ രീതിയിൽ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. ഇവിടെ 10 പട്ടിയെ കൊണ്ടിടാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞ 40 വർഷമായിട്ട് സാധിച്ചിട്ടില്ല. 10 പട്ടികളെ കൊണ്ടിടാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. മൈസൂറും ഇൻഡോറും ഭോപ്പാലും പോലെയുള്ള നഗരങ്ങളിൽ ആയിരക്കണക്കിന് പട്ടികളെ കൊണ്ടുവരികയും അവരെ ആ രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്ത് ജനങ്ങളെ രക്ഷപ്പെടുത്തുന്ന സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ എന്തെങ്കിലും ഇവിടെ കൊണ്ടുവരാൻ എന്തുകൊണ്ട് ഇവിടത്തെ കോൺഗ്രസുകാരൻ ഈ കേരളം ഭരിച്ച സമയത്ത് സാധിച്ചില്ല? എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരൻ കേരളവും നഗരസഭയും ഭരിക്കുന്ന സമയത്ത് സാധിക്കാത്തതെന്താ? ഈ നാട്ടിലെ ബോധമുള്ള മനുഷ്യൻ ചിന്തിക്കട്ടെ. മാലിന്യ കൂമ്പാരത്തിന്റെ മുകളിലിരിക്കുന്ന മാലിന്യ റാണിയാണ് ഇവിടുത്തെ മേയർ. ആ മേയർ മാലിന്യ റാണിയായിട്ട് മാലിന്യ കൂമ്പാരത്തിന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവർക്ക് നാണമില്ല. കാരണം ഈ തിരുവനന്തപുരത്തെ മാലിന്യമാണ് ചാകര. കൊള്ളയടിക്കാൻ ആഗ്രഹിക്കുന്ന കൊള്ള സംഘത്തിന്റെ ചാകരയാണ് മാലിന്യം. ആ മാലിന്യത്തിന്റെ പേരിൽ ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്കാരന്മാർ വെട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മാലിന്യം ആമഴയഞ്ചാൻ തോടിലെ മാലിന്യം മാറ്റാൻ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയുടെ ടെൻഡർ. അപ്പുറത്ത് ഇതുപോലെയുള്ള കുറെ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുണ്ടല്ലോ, അതിന്റെയൊക്കെ മാലിന്യം മാറ്റാൻ വേണ്ടി ഓരോ വർഷവും ടെൻഡർ മാത്രം കൊടുക്കും, മാലിന്യം മാറുന്നില്ല. അതാണ് ഈ തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേക പ്രതിഭാസം. എല്ലാ വർഷവും ടെൻഡർ കൊടുക്കും, എല്ലാ വർഷവും കോടികൾ കൊടുക്കും, പക്ഷെ മാലിന്യം മാറില്ല. മാലിന്യം മാറാൻ അനുവദിക്കില്ല ഇവിടുത്തെ ഭരണകൂടം. ഈ മാലിന്യമാണ് ഇവരുടെ ചാകര. അതുകൊണ്ട് മാലിന്യത്തിൽ കിടക്കാൻ വിധിക്കപ്പെട്ട ജനതയായിട്ട്, ശാപമേറ്റ ജനതയായിട്ട് തിരുവനന്തപുരത്തുകാർ മാറിയിട്ട് വർഷങ്ങളേറെയായി. ഇതാണ് മറ്റൊരു സംഭവം. ഏത് മേഖലയിലും കൊടിയ അഴിമതിയാണ്. ഈ അഴിമതിയിൽ നിന്ന് അനന്തപുരിയെ രക്ഷിക്കുക എന്ന മഹാദൌത്യമാണ് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റെടുക്കുന്നത്. ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെ ഇല്ല. തലസ്ഥാന നഗരിയാണ് എന്റെയും നിങ്ങളുടെയും ഈ നഗരം, തലസ്ഥാന നഗരിയാണ്. ഒരു മാസ്റ്റർ പ്ലാൻ ഈ തിരുവനന്തപുരത്തിന്റെ വികസനത്തിനെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തിന്റെ ഭാവിയെ സംബന്ധിച്ച്, തിരുവനന്തപുരത്തെ ജനതയുടെ ഉയർത്തെഴുന്നേൽപ്പിനെ സംബന്ധിച്ച് ഒരു മാസ്റ്റർ പ്ലാൻ ഇല്ലാത്ത ഇന്ത്യയിലെ ഏക തലസ്ഥാന ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. ആരാണ് മാസ്റ്റർ പ്ലാൻ ഉണ്ടാകേണ്ടത്? ഈ തിരുവനന്തപുരം ഭരിക്കുന്ന കോർപ്പറേഷനല്ലേ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടത്? ഈ കേരളം ഭരിക്കുന്ന പിണറായി വിജയനല്ലേ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടത്? അല്ലെങ്കിൽ ഇന്നലകളിൽ കേരളം ഭരിച്ചിരുന്ന ഉമ്മൻചാണ്ടിയും ആന്റണിയും ഒക്കെയല്ലേ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കേണ്ടിയിരുന്നത്? ഇവർക്ക് എന്തുകൊണ്ട് ഈ തലസ്ഥാന നഗരിക്ക് വേണ്ടി ഒരു മാസ്റ്റർ പ്ലാൻ ഇതുവരെ ഉണ്ടാക്കാൻ സാധിച്ചില്ല? ഈ തിരുവനന്തപുരത്ത് എല്ലാ പ്രാവശ്യവും പറയുന്ന സമയത്ത് വോട്ട് കുത്തിക്കൊടുക്കുന്ന ഇവിടത്തെ തിരുവനന്തപുരത്തെ പൗരാവലിക്ക് ആ ചോദ്യം ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും വേണ്ടേ? ആ സ്വാതന്ത്ര്യവും അവകാശവും വേണ്ടേ? തിരുവനന്തപുരത്ത് ഒരു ഹൈക്കോടതി ബെഞ്ചുണ്ടായിരുന്നു 1953 വരെ. ആ ഹൈക്കോടതി ബെഞ്ച് എറണാകുളത്ത് കൊണ്ടിട്ടിരിക്കുക. തിരിച്ചാ ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് കൊണ്ടുവന്നാൽ തിരുവനന്തപുരത്തുകാർക്ക് മാത്രമല്ല അതിന്റെ ഗുണം, കേരളത്തിലെ നൂറുകണക്കിന് കോടി രൂപയുടെ റവന്യൂ ലാഭമാണ്. കാരണം ഇവിടുത്തെ മന്ത്രി പുങ്കവന്മാരും ഇവിടുത്തെ സെക്രട്ടറിമാരും ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മുഴുവൻ എല്ലാ ആഴ്ചയും നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരാണ് ഹൈക്കോടതിയുടെ പേരിൽ എറണാകുളത്ത് ചെന്ന് ഉല്ലാസയാത്ര നടത്തുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റും ഹൈക്കോടതി എറണാകുളത്തുമായിരിക്കുന്നതിന്റെ ഫലമായി സുഖവാസത്തിലാണ് പല ഉദ്യോഗസ്ഥന്മാരും. അതോടൊപ്പം തന്നെ ടിഎയും ഡിഎയും വെട്ടിച്ചെടുക്കാനും സാധിക്കും.
അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ഹൈക്കോടതി ബെഞ്ച് തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്ത് കൊണ്ടുപോയി. ആ ബെഞ്ച് തിരിച്ചു വരണമെങ്കിൽ കേരളത്തിലെ ചീഫ് മിനിസ്റ്ററും കേരളത്തിന്റെ ചീഫ് ജസ്റ്റിസും ഒരുമിച്ച് ചേർന്ന് അതിനാവശ്യമുന്നയിക്കാൻ ഇന്നേ വരെ കോൺഗ്രസുകാരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. ഇന്നേ വരെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയും തയ്യാറായിട്ടില്ല. നിങ്ങൾ അറിയണം, ഈ നാടറിയണം. വോട്ട് ചെയ്യുന്നതിന് മുമ്പ് സ്വന്തം നഗരത്തിലായി ഇവർ ഇന്നേ വരെ എന്തു ചെയ്തു എന്ന് അറിയാനുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് നമ്മൾ അറിയണം. ഇവിടെ ഈ നഗരത്തിൽ ഇന്ന് വന്നിരിക്കുന്ന സകല വികസനവും ആരുടേതാ? ഞാൻ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു, ഈ ഇലക്ഷനിൽ BJP ചോദിക്കുന്ന ഏറ്റവും വലിയ ചോദ്യമത. ഈ തിരുവനന്തപുരത്ത് സ്മാർട്ട് സിറ്റി അനുവദിച്ചത് നരേന്ദ്രമോദി സർക്കാർ. ഈ തിരുവനന്തപുരത്ത് കാരോട് മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത നോക്കി നിൽക്കെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ ഈ വാർഡിനോടൊപ്പമാണ് റോഡ് കടന്നു പോകുന്നത്. 1200ഓളം കോടി രൂപ ചെലവഴിച്ച് കൊണ്ടുവന്ന ആ റോഡ് നരേന്ദ്രമോദി സർക്കാരിന്റെ സംഭാവന. ആ റോഡ് വികസിച്ചു വരുമ്പോൾ ഈ നാടിന്റെ രൂപവും ഭാവവും മാറുകയാണ്. നരേന്ദ്രമോദിയാണ് ഈ ദേശീയപാത ഈ തിരുവനന്തപുരത്തിന് തന്നത്. നരേന്ദ്രമോദിയാണ് സ്മാർട്ട് സിറ്റിക്ക് വേണ്ടിയുള്ള പദ്ധതി തിരുവനന്തപുരത്ത് തന്നത്. നരേന്ദ്രമോദിയാണ് സുനിൽ ചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ 6ൽ നിന്ന് 35 കൌൺസിലർമാരായിട്ട് തിരുവനന്തപുരത്ത് 2015 വന്നപ്പോൾ ഞങ്ങളുടെയൊക്കെ പരിശ്രമ ഫലമായിട്ടാണ് വിഴിഞ്ഞം തുറമുഖം എന്ന് പറയുന്ന യാഥാർത്ഥ്യമായത്. നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നില്ല എങ്കിൽ 45 വർഷമായിട്ട് വിഴിഞ്ഞത്ത് വെള്ളത്തിൽ കിടന്ന തുറമുഖം അവിടെ തന്നെ ഒരു 10 വർഷം കൂടെ കിടന്നേനെ. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായപ്പോഴാണ് വിഴിഞ്ഞം തുറമുഖത്തിന് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് 787 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖം ഉയർത്തിയെടുത്തത്. അതിന്റെ തറക്കല്ലിട്ടത് നരേന്ദ്രമോദി. അതിന്റെ 1ാം ഘട്ട പ്രവർത്തനം ഉദ്ഘാടനം ചെയ്ത നരേന്ദ്രമോദി. വരുന്ന 4 വർഷത്തിനുള്ളിൽ അതിന്റെ 2ാം ഘട്ട ഉദ്ഘാടനവും 3ാം ഘട്ട ഉദ്ഘാടനവും നടത്തും. മറ്റാരുമല്ല, സാക്ഷാൽ നരേന്ദ്രമോദി അത് ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം നഗരം ഒരു തുറമുഖ നഗരമായിട്ട് മാറുകയാണ്. 5 വർഷത്തിനുള്ളിൽ ഈ നാട് ഒരു തുറമുഖ നഗരമായിട്ട് മാറുകയാണ്. ആ തുറമുഖ നഗരത്തെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള റോഡുകൾ നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വികസിപ്പിക്കുന്നു. റിംഗ് റോഡ് വരികയാണ്. വിഴിഞ്ഞത്തുനിന്ന് നാവായിക്കുളത്തേക്കുള്ള റിംഗ് റോഡ് വരികയാണ്, 72 കിലോമീറ്റർ. ആ റോഡ് നരേന്ദ്രമോദി സർക്കാർ വികസിപ്പിക്കുന്നത്. ഈ തിരുവനന്തപുരം എന്ന് പറയുന്നത് മഹാനഗരങ്ങളുടെ പട്ടികയിലേക്ക് മാറ്റാൻ BJPക്ക് ഒരു പദ്ധതിയുണ്ട്. BJPയാണ് അതിന് പണം നൽകുന്നത്. കേന്ദ്ര സർക്കാരാണ് പണം നൽകുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് 3 റെയിൽവേ സ്റ്റേഷനുകളാണ് ഉയർന്നു വരുന്നത്. തിരുവനന്തപുരത്തെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ 480 കോടി രൂപ ചെലവഴിച്ച് ആഗോള നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ തൊട്ടടുത്തുള്ള വേളി റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ ആഗോളതലത്തിൽ വളരാവുന്ന രീതിയിലുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. നേമം റെയിൽവേ സ്റ്റേഷൻ തിരുവനന്തപുരം സൌത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന നിലയിൽ വികസിച്ചുകൊണ്ടിരിക്കുന്നു. 3 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു. ആരാ? നരേന്ദ്ര ദാമോദർ ദാസ് മോദി. റെയിൽവേ സ്റ്റേഷൻ വികസിപ്പിക്കുന്നത് മോദി, ഹൈവേ വികസിപ്പിക്കുന്നത് മോദി, ഇവിടെ പോർട്ട് അനുവദിച്ചത് നരേന്ദ്രമോദി, ഈ നാടിനെ സ്മാർട്ട് സിറ്റി ആക്കുന്നത് നരേന്ദ്രമോദി, ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകന് 4 മാസത്തിനൊരിക്കൽ 2000 രൂപ കൊടുക്കുന്നത് നരേന്ദ്രമോദി, ഈ നാട്ടിലെ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് ഈ സൗജന്യമായിട്ടുള്ള ഇൻഷുറൻസ് പദ്ധതികൾ നൽകുന്നത് നരേന്ദ്രമോദി, വീട്ടിൽ കുടിവെള്ളമില്ലാത്തവർക്ക് ടാപ്പ് വെച്ച് കുടിവെള്ളം കൊടുക്കുന്നത് നരേന്ദ്രമോദി, അതുപോലെ തന്നെ ഇവിടുത്തെ പാവപ്പെട്ട പാചകവാതക സിലിണ്ടർ ഇല്ലാത്ത പാവപ്പെട്ട കുടിലുകളിൽ പാചകവാതക സിലിണ്ടർ എത്തിച്ചു കൊടുക്കുന്നത് നരേന്ദ്രമോദി. ഈ രാജ്യത്ത് കഴിഞ്ഞ 7.5 വർഷമായിട്ട് പാവപ്പെട്ടവന് സൗജന്യമായിട്ട് അരിയും ഗോതമ്പും നൽകുന്നത് നരേന്ദ്രമോദി. ഇതെല്ലാം ചെയ്യുന്നത് നരേന്ദ്രമോദിയാണെങ്കിൽ എന്തിനാ സഖാക്കന്മാരെ നിങ്ങൾ ഈ നാട്ടിൽ? എന്തിനാ നിങ്ങൾ ഈ നാട്ടിൽ? ഈ നാട്ടിൽ നിങ്ങളെ കൊണ്ട് എന്താ ഗുണം? ഈ നാട്ടിൽ നിങ്ങൾ എന്താ ചെയ്യുന്നത്? കേരള സംസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പദ്ധതി തിരുവനന്തപുരത്ത് വിജയിപ്പിച്ചതായിട്ട് ഇവിടുത്തെ ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്ക് പറയാൻ സാധിക്കോ? കേരള സംസ്ഥാനത്തിന്റെ പിണറായി വിജയൻ സർക്കാരിന്റെ ഒരു പദ്ധതി, പിണറായി വിജയൻ സർക്കാരിന്റെ മാത്രം ഒരു പദ്ധതി ഈ തിരുവനന്തപുരത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് എന്തെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ? വെല്ലുവിളിച്ച് ചോദിക്കുക ഭാരതീയ ജനതാ പാർട്ടി. ഈ നഗരസഭയുടെ തനത് ഫണ്ടിൽ നിന്ന് എന്തെങ്കിലും ഒരു പദ്ധതി ഈ നഗരസഭയിൽ 5 വർഷത്തിനുള്ളിൽ നടപ്പാക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ നാട്ടിൽ നടപ്പാക്കിയിരിക്കുന്ന മുഴുവൻ പദ്ധതിയും നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതിയാണ്.
ഡൽഹിയിൽ ഇരിക്കുന്ന നരേന്ദ്രമോദി തിരുവനന്തപുരത്തിന് ഇത്രയും മഹത്തായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുവെങ്കിൽ എന്തുകൊണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു BJP-കാരനെ ഈ തിരുവനന്തപുരത്തിന്റെ മേയറാക്കിക്കൂടാ? അതാണ് ഈ അനന്തപുരിയിലെ ക്വസ്റ്റ്യൻ. ഈ അനന്തപുരിയിലെ ബിഗ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വലിയ ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യമാണ്. ആ ചോദ്യത്തിനുള്ള ഉത്തരം തേടിയുള്ള അനന്തപുരി നിവാസികളുടെ, തിരുവനന്തപുരം നിവാസികളുടെ മുന്നേറ്റത്തിന്റെ ചരിത്രമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ഡിസംബർ മാസം 13-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ ഈ തിരുവനന്തപുരത്ത് അനന്തപത്മനാഭന്റെ തിരുസന്നിധിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര പതാക, കാവ്യ ശ്രീചന്ദ്രന്റെ താമര പതാക, അതോടൊപ്പം തന്നെ രാജേന്ദ്രൻ ഉയർത്തുന്ന താമര പതാക ഈ അനന്തപുരിയിൽ ഏറ്റവും ഉയരത്തിൽ അഭിമാനത്തോടെ പാറിപ്പറക്കുന്ന സുദിനമായിരിക്കും ഡിസംബർ 13 വോട്ടെണ്ണൽ പുറത്തു വരുമ്പോൾ. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ കുഴിവിള എന്ന് പറയുന്ന വാക്ക് ഭാരതീയ ജനതാ പാർട്ടിക്ക് ബാല്യകറാമലയല്ല. ഈ കുഴിവിളയിൽ കഴിഞ്ഞ പ്രാവശ്യം തുച്ഛമായ വോട്ടുകൾക്ക് പരാജയപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള സ്ഥാനാർത്ഥി ഇതാ മുൻഭാഗത്ത് നമ്മുടെ രാജേന്ദ്രന്റെ വിജയത്തിനു വേണ്ടി രാപകൽ ഭേദമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാതൃക. ഇതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ മാതൃക. അവരുടെ ശക്തിയും അതോടൊപ്പം തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ശക്തിയും ഈ നാടിൽ കഴിഞ്ഞ 50 വർഷമായിട്ട് ഓരോ വീടും ഓരോ വ്യക്തിയെയും അറിയുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ രാജേന്ദ്രന്റെ ആ വ്യക്തി മഹാത്മ്യവും ഒരുമിച്ച് ചേരുമ്പോൾ ഈ കുഴിവള വാർഡ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പ്രാപ്യമായ വാർഡാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് ജയിക്കാൻ പറ്റുന്ന വാർഡാണ്. ഞാൻ അന്വേഷിച്ചു. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർണയിക്കുന്ന വേദിയിൽ ഇരിക്കുമ്പോൾ ഇവിടത്തെ സ്ഥാനാർത്ഥി രാജേന്ദ്രനെ കുറിച്ച് ചർച്ച വന്നപ്പോൾ അത്ഭുതപ്പെട്ടു. രാജേന്ദ്രൻ ഇവിടുത്തെ കൌൺസിലറല്ല. പക്ഷേ രാജേന്ദ്രൻ ഈ മേഖലയിൽ നരേന്ദ്രമോദിയുടെ സ്വനിധി എന്ന് പറയുന്ന പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള നരേന്ദ്രമോദി സർക്കാരിന്റെ പദ്ധതി, സ്വനിധി പദ്ധതി 300ഓളം വരുന്ന പാവങ്ങൾക്ക് നേടിക്കൊടുത്ത ജനകീയ നേതാവാണ് രാജേന്ദ്രൻ. സ്വനിധി മാത്രമല്ല, രാജേന്ദ്രന്റെ പരിശ്രമ ഫലമായിട്ട് 1000ഓളം വരുന്ന ആൾക്കാർക്ക് ഈ വാർഡിലും സമീപത്തെ വാർഡുകളിലുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ ഒരു കൌൺസിലർ പോലുമല്ലാതെ പാർട്ടിയുടെ നേതാവ് എന്ന നിലയിൽ ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്ന് പറഞ്ഞാൽ ഈ തിരുവനന്തപുരത്ത് നിൽക്കുന്ന 500-ൽ പരം വരുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികവുറ്റ ജനകീയ നേതാവാരാണെന്ന് ചോദിച്ചാൽ ഈ രാജേന്ദ്രനാണ് എന്ന് നിസ്സംശയം അനന്തപുരി നിവാസികൾക്ക് പറയാൻ സാധിക്കും. അതാണ് മികവ്. ഭാരതീയ ജനതാ പാർട്ടിയുടെ മികവിന്റെ പ്രതീകമാണ് രാജേന്ദ്രൻ. ആ മികവിന്റെ പ്രതീകത്തെയാണ് ഞങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇതുപോലെയുള്ള മികവിന്റെ പ്രതീകങ്ങളാണ് തിരുവനന്തപുരത്ത് മത്സരിക്കുന്ന 101 NDA സ്ഥാനാർത്ഥികൾ. ജീവിതത്തിന്റെ സകല മേഖലയിലെയും പ്രമുഖരും പ്രശസ്തരും സാധാരണ പ്രവർത്തകരും എല്ലാം അടങ്ങുന്നതാണ് NDAയുടെയും BJPയുടെയും സ്ഥാനാർത്ഥികൾ. ഈ കേരളത്തിന്റെ ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന DGP BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ശ്രീലേഖ IPS BJPയുടെ സ്ഥാനാർത്ഥിയാണ്. അർജുന അവാർഡ് ജേതാവായിട്ടുള്ള പത്മിനി തോമസ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ്. സമ്പത്ത് എന്ന് പറയുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ MPയുടെ സഹോദരൻ കസ്തൂരി BJPയുടെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന് തിരുവനന്തപുരത്ത് വലിയ ഒരു ശക്തിയാക്കി മാറ്റിയ കോൺഗ്രസിന്റെ തലമുറന്ന അനന്തപുരിയിലെ ഏറ്റവും മുതിർന്ന നേതാവ് മഹേശ്വരൻ നായർ BJPയുടെ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസിന്റെ മറ്റൊരു നേതാവ് തമ്പാനൂർ സതീഷ് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വന്ന നിരവധി ആൾക്കാർ ഇന്ന് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. BJPയുടെ സ്ഥാനാർത്ഥികൾ രാഷ്ട്രീയത്തിനതീതമായി ജനകീയ സ്ഥാനാർത്ഥികളാണ്. ആ ജനകീയ സ്ഥാനാർത്ഥികളെ ജനം അംഗീകരിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊട്ടപ്പുറത്ത് നമ്മുടെ കാവ്യ സുനീചന്ദ്രൻ. ആ കാവ്യ സുനീചന്ദ്രൻ വളരെ യങ് ആയിട്ടുള്ള ഒരു 12 എന്ന് പറയുന്ന പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് 5 വർഷം ആറ്റിപ്രയുടെ കൌൺസിലറായപ്പോൾ കാണിച്ച മാതൃകയാണ് കാവ്യ സുനീചന്ദ്രന്റെ വിജയത്തിന് ആധാരമായിട്ടുള്ള മുന്നേറ്റമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുക. ആ കാവ്യ സുനീചന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. രാജേന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. ഇവരുടെ പ്രവർത്തനങ്ങൾ പഴയ കൌൺസിലർ സുനീചന്ദ്രൻ നമ്മളോടൊപ്പമുണ്ട്. BJPയുടെ 35 കൌൺസിലർമാരുടെയും ഓരോരുത്തരുടെയും മികവ് നിങ്ങൾക്ക് ആർക്ക് വേണോ പരിശോധിക്കാം.
നരേന്ദ്രമോദി മുതൽ ബിജെപിയുടെ സാധാരണ പ്രവർത്തകൻ വരെ മികവാണ് രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്ന പ്രവർത്തകരാണ്. മികവുറ്റ പോരാട്ടമാണ് രാഷ്ട്രീയമെന്ന് വിശ്വസിക്കുന്നവരാണ്. ഞങ്ങൾ ഹർത്താലും അടിയും പിടിയും വർഗീയതയും പറയാനല്ല ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് വികസനമാണ്. വികസനം മാത്രം. വികസനമാണ് എല്ലാ ജാതിക്കാർക്കും, എല്ലാ മതക്കാർക്കും, എല്ലാ പ്രദേശക്കാർക്കും വേണ്ടത് വികസനമാണ്. ആ വികസനം മാത്രമേ ബിജെപി പറയുന്നുള്ളൂ. കഴിഞ്ഞ 11 വർഷമായിട്ട് നരേന്ദ്രമോദി ഈ രാജ്യത്ത് നടപ്പാക്കിയത് വികസനം മാത്രമാണ്. ആ വികസനത്തിന്റെ പാതയിൽ അനന്തപുരിയെ എത്തിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രിയങ്കരായിട്ടുള്ള സ്ഥാനാർത്ഥികൾക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകൂ. അവരെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കൂ. കുഴിവിളയുടെ പുതിയൊരു ചരിത്രം എഴുതുവാൻ ശ്രീ ബി രാജേന്ദ്രനെ അനുവദിക്കൂ എന്ന് അപേക്ഷിച്ചുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. ജയ് ഭാരത് മാതാ.